വഴി കൂടി നടക്കാൻ പറ്റാത്ത ആളുകളുണ്ടായിരുന്നു കേട്ടോ, പറയന്മാര്. പകൽ വെളിച്ചത്തിൽ പുറത്തു വന്നുകൂടാ. പൊന്തക്കാടുകൾക്കിടയിലൂടെ നൂണ്ട് നടന്ന ലക്ഷോപലക്ഷം മനുഷ്യരുണ്ടായിരുന്ന രാജ്യത്താണിത്. സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പൊന്നുമല്ല, 20-ാം നൂറ്റാണ്ടിന്റെ പകുതി വരെ പകൽ വെളിച്ചത്തിൽ തലയുയർത്തി നിൽക്കാൻ പറ്റാത്ത മനുഷ്യർ, മുട്ടിന് താഴെ മുണ്ടെടുക്കാൻ വയ്യാത്ത മനുഷ്യർ, കടയിൽ ചെന്ന് ഉപ്പ് എന്ന് ചോദിച്ചാൽ തല്ലിക്കൊല്ലപ്പെടുന്നവർ. 19-ാം നൂറ്റാണ്ടിലെ കേരളം വായിച്ചു നോക്കണം. ഭാസ്കരനുണ്ണി എഴുതിയിട്ടുണ്ട്, കുളിച്ചതെന്ന് പറയാതെ ഉപ്പ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഒരു പുലയുവാവനെ തല്ലിക്കൊന്ന രാജ്യം ഇത്. അവിടെ നിന്നാണ് നമ്മൾ ഇവിടെ എത്തിയത്. ഇവരുടെ ആരുടെയും സൗജന്യ ബുദ്ധി കൊണ്ടല്ല, ആചാരങ്ങളെ ലംഘിച്ച് ഇവിടം വരെ എത്തിയത്. അതിന്റെ പേരാ നവോത്ഥാനം. ആചാരമായിരുന്നെങ്കിൽ അതൊക്കെ ഇന്നും ബാക്കിയുണ്ടായേനെ. ആ ആചാരത്തിന്റെ ബലത്തിലൊന്നുമല്ല, അതിനെ വെല്ലുവിളിക്കാൻ ശേഷിയുള്ള മനുഷ്യരുടെ ആത്മവീര്യത്തിന്റെയും സഹനത്തിന്റെയും ബലത്തിലാണ് കേരളം ഇങ്ങനെ എത്തിയത്. അതൊന്നും ഇവർക്ക് ഓർമ്മയുണ്ടാവില്ല.